കൂട്ടുകാരെ ഈദ് വ്ളോഗിൻ്റെ ബാക്കി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടോ, വീട്ടിലല്ല താത്താൻ്റെ വീട്ടിലാണ്. അപ്പോൾ കയറിപ്പോയപ്പോൾ തന്നെ അവിടെ പള്ളിയിൽ നിന്ന് ഇറച്ചി കിട്ടിക്കണം. അപ്പോൾ താത്ത അതൊക്കെ നേരാക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ചായ വെച്ച് തന്നു. പാലൊക്കെ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ ഇക്ക പറഞ്ഞു കട്ടൻ മതിയെന്ന്. അപ്പോൾ അങ്ങനെ കട്ടനും കുറച്ച് ബേക്കറി ഐറ്റംസും കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ചറപ്പറാന്ന് അങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടി കുഞ്ഞിപ്പാനെ കാണാൻ പോയിട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിപ്പാക്ക് കുറച്ച് വയ്യാണ്ടായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പെരുന്നാൾക്ക് വീട്ടിൽ കയറുന്നല്ലോ, അപ്പോൾ കാണാൻ പോകാന്നിട്ടായിരുന്നു. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ, അത്ര ദൂരമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എല്ലാവരെയും കൂട്ടിയിട്ട് പെരുന്നാൾക്കൊരു ചെറിയൊരു യാത്ര പോയ പോലെ ആയല്ലോ. അപ്പോൾ അങ്ങോട്ട് കയറിയ ശേഷമാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നിട്ടോ. അപ്പോൾ എന്തായാലും ഈദിൻ്റെ വ്ളോഗിൽ എല്ലാവരും പെടണമല്ലോ. അങ്ങനെ ഞാൻ രണ്ടാം വട്ടം തിരിച്ചു പോയിട്ട് പിന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഇതാ കുഞ്ഞുപ്പാട്ടോ. അപ്പോൾ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചായ വെക്കാൻ പോയിട്ടുണ്ട് കുഞ്ഞുമ്മ. അപ്പോൾ കുഞ്ഞുമ്മാൻ്റെ മോളാണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഇതിൻ്റെയൊക്കെ ഓരോ പെരുന്നാളുടെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഇതാ കുഞ്ഞുമ്മാൻ്റെ മോള് ചായയും കൊണ്ടുവന്നിട്ട് കേട്ടോ, നല്ല ബൂസ്റ്റൊക്കെ ഇട്ട അടിപൊളി ചായ. അപ്പോൾ അതൊക്കെ കുടിച്ചപ്പോഴാണ് അവളുടെ കയ്യിൽ മൈലാഞ്ചി ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അവൾ നല്ല മൈലാഞ്ചി ഡിസൈനറാണ് കേട്ടോ, സൂപ്പറായിട്ടിടും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാൾക്ക് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് തോന്നി എനിക്ക്. അപ്പോൾ കുഞ്ഞുമ്മ കുറച്ച് ബേക്കറി ആയിട്ട് കുഞ്ഞുമ്മയും വന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്കുള്ള ചായയൊക്കെ ആയിട്ട് കുഞ്ഞുമ്മ വന്ന് കൊടുത്തു. അങ്ങനെ കുഞ്ഞുമ്മ അടുത്തിരുന്ന് ഓരോ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും പിന്നെ കുഞ്ഞുമ്മാൻ്റെ കയ്യിലും മിശ്രി മൈലാഞ്ചി ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെരുന്നാൾ വന്നിട്ട് വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ, എൻ്റെ വീട്ടിൽ. അങ്ങനെ അവിടെ നിന്ന് ഷൂ ഒക്കെ ഇട്ട് റെഡിയായി. ഷൂ ഒക്കെ ഇടുന്നത് തന്നെ വലിയൊരു പണിയാണ് കേട്ടോ. എല്ലാവർക്കും വലിയ ഗെറ്റപ്പിൽ ഷൂ ഒക്കെ ഉണ്ട്, പക്ഷേ അത് ഇടാനാണ് വലിയ പണി. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്കല്ല കേട്ടോ, വേറൊരു സ്ഥലത്തേക്കും കൂടി പോകാനുണ്ട്. ഞാൻ വഴിയെ പറയാം. പിന്നെ നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ, എന്തായാലും അറിയിക്കണേ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. എന്നാൽ പെരുന്നാളായിട്ട് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ കയറാണ്ട് ഒരു സമാധാനവുമില്ല. അപ്പോൾ ഇക്കാൻ്റെ കയ്യിൽ കോഴി വെട്ടിയ സമയത്ത് ഇത്ര ദിവസം ഉണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷേ എന്താണെന്നറിയില്ല, കുറച്ച് നീറലും പുകച്ചിലൊക്കെ ആയിരുന്നു അത്രേ. അപ്പോൾ അതൊന്നും ഭേദമല്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഡെയിലി തന്നെയല്ലേ പണി. അപ്പോൾ അതങ്ങനെ കാണിക്കാൻ വിചാരിച്ച് കാണിച്ച് മരുന്നൊക്കെ കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ എൻ്റെ ആദ്യത്തെ വ്ളോഗിലൊക്കെ. അപ്പോൾ അപ്പോഴും ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ പറഞ്ഞിട്ട് രണ്ടാമത് എടുത്താട്ടോ. ഞാൻ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഉള്ളിൽ കയറിയ പിന്നെ ഉമ്മാൻ്റെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ആദ്യം പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുത്താണ്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ എല്ലാവരും കൂടി കളിച്ച് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ കളിയൊക്കെയാണ് ആഘോഷം. അപ്പോൾ അവരെല്ലാവരും കളിച്ച് അവരെന്തൊക്കെയൊക്കെ കാട്ടിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും അതുപോലെ ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഇക്കാക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്, മരുമോനിക്ക് വേഗം കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിക്ക കഴിച്ചതിന് ബാക്കി ഞാനും കഴിച്ചായിരുന്നു. അങ്ങനെ പിന്നെ താത്തയും കുട്ടികളും കൂടി വന്നു. താത്താൻ്റെ അടുത്ത് ബീഫ് ബിരിയാണിയും ഇവിടുത്തെ നെയ്ച്ചോറും എല്ലാം കൂടി കൂട്ടി കഴിച്ച് തിന്ന് വയറൊക്കെ ഫുള്ളാക്കിയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പെരുന്നാൾ വിശേഷങ്ങൾ കമൻ്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. രണ്ടാം പെരുന്നാൾക്ക് ഞങ്ങളൊരു അടിപൊളി ട്രിപ്പ് പോയിട്ടുണ്ട്, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്തായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.